ദെൻ കംസ് ദ പാർട്ട് 2. ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടൊരു അപ്പോളജിയും നടക്കുക എന്ന് പറയുന്നതാണ്. സോ ഈ ഇഷ്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ പാർട്ട്ണർ, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ അറിയാതെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുക ആർക്കെങ്കിലുമൊക്കെ, അത് കണ്ടുപിടിക്കപ്പെടുക, അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു വഴക്കുണ്ടാകുന്ന സമയത്ത് ഈ അബ്യൂസർ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒച്ച ഉയർത്തി ഷൗട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ചില കേസിൽ അറിയാതെ ഒന്ന് കൈ പൊങ്ങി പോവുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവിക്കുമ്പോൾ വിക്ടിമിന് എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വളരെ വലിയ വേദന റിസീവ് ചെയ്യുകയാണ് വിക്ടിം സംഭവിക്കുക. അപ്പോൾ ഈ ഒരു ഫേസിൽ ഈ വിക്ടിമിൻ്റെ ബ്രെയിൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ കുറച്ച് പേടിച്ച് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. ഓക്കെ, ഇതങ്ങോട്ട് പ്രോപ്പറായി പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം ശരിക്കും പറഞ്ഞാൽ അബ്യൂസർ ഒരിക്കലും വിക്ടിമിന് കൊടുക്കില്ല. കാരണം ഇതിനെ ഫോളോ ചെയ്ത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്പോളജി വരും. അതായത് കാലിൽ കെട്ടിപ്പിടിച്ച് സോറി പറയുക, കരയുക, അറിയാതെ പറ്റിപ്പോയതാണ്, നീയാണ് എനിക്ക് ഏറ്റവും വലുത്, എന്നിട്ട് ഞാനിങ്ങനെ ചെയ്തു പോയി, സോറി, അങ്ങനെ ഭയങ്കര വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അപ്പോളജൈസ് ചെയ്യും. അപ്പോൾ എന്താ പറ്റുക, മറ്റേ കൺഫ്യൂഷനും ഫിയറും പ്രോപ്പറായി പ്രോസസ്സ് ചെയ്തിട്ടുമില്ല, അതേസമയം നമ്മൾക്കൊരു ഹോപ്പ് കിട്ടുകയും ചെയ്യും. അതായത് ഇയാൾക്ക് അറിയാതെ പറ്റിപ്പോയതാണ്, ആ ഇനിഷ്യൽ ലവ് ബോംബിങ് ഫേസിലുള്ള ആളാണ് ഒറിജിനൽ, ഓക്കെ, ഇതറിയാതെ പറ്റിപ്പോയതാണ് എന്ന് നമ്മൾ ഈ വിക്ടിം സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ഓക്കെ, ആ ഒരു ഹോപ്പിൻ്റെ പുറത്തായിരിക്കും പിന്നെ ഈ റിലേഷൻഷിപ്പ് പോവുക. ഈ ഒരു ഫേസ് ഇവരുടെ റിലേഷൻഷിപ്പിൽ നടന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വിക്ടിം ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്ന കുരുക്കിൽ കംപ്ലീറ്റ് ആയിട്ട് അകപ്പെട്ടു. അതായത് ആ ട്രോമ ബോണ്ട് നല്ല ശക്തമായി എന്നുള്ളതാണ് ഈ ഒരു ഫേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം.